ഹലോ എവ്രി വൺ. അപ്പോൾ അഗ്രി ഗ്രാജുവേറ്റ്സിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നമുക്ക് മുന്നിലുള്ള ഒരു എക്സാം ആണ് സോയിൽ കൺസർവേഷൻ ഓഫീസർ കാറ്റഗറി നമ്പർ 540/2025. എക്സാം ഡേറ്റ് നമുക്കൊരു ഓൾമോസ്റ്റ് ഒരു നിയറസ്റ്റ് 1 month നമുക്ക് ഇനിയും മുന്നിലോട്ടുണ്ട്. സോ നമുക്ക് പ്രിപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്ത കുട്ടികളുണ്ടായിരിക്കും, ഓൾറെഡി ഗോ ത്രൂ ആയിട്ടുള്ള കുട്ടികളുണ്ടായിരിക്കും, സ്റ്റാർട്ട് ചെയ്യാൻ നിൽക്കുന്ന കുട്ടികളുണ്ടായിരിക്കും. അപ്പോൾ എങ്ങനെയായാലും നമ്മൾ സിലബസിനെ ഒന്ന് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന് നമുക്ക് ഓൾമോസ്റ്റ് ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരും അല്ലേ. ഓരോ സബ്ജക്റ്റിൻ്റെയും കോർ പോർഷൻസ് ഏതാണ്, റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസുകൾ ഏതാണ്, അത് റിലേറ്റഡ് ആയിട്ട് നമുക്ക് എങ്ങനെ ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ഏത് രീതിയിൽ സിലബസിനെ കുറച്ചുകൂടി ഫോക്കസ് ചെയ്ത് പഠിക്കാം എന്നുള്ള രീതിയിൽ നമുക്ക് അനാലിസിസ് ചെയ്യാറുണ്ട് അല്ലേ. അപ്പോൾ ഇന്ന് ഏണസ്റ്റ് അക്കാഡമി ബിഗ് ലേണിംഗ് പ്ലാറ്റ്ഫോമിൽ കൂടി നിങ്ങൾക്ക് എൻഡമോളജിയിലെ IPM എന്നുള്ള പോർഷൻ, ഇൻ്റഗ്രേറ്റഡ് പെസ്റ്റ് മാനേജ്മെന്റ് എന്ന പോർഷനിലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സാണ്, ക്വസ്റ്റ്യൻസുകളാണ് 10 ക്വസ്റ്റ്യൻസുകളാണ് ഇന്ന് നമ്മുടെ ഈ ഒരു സെക്ഷനിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ആദ്യമായിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ക്വസ്റ്റ്യൻ ഐഡന്റിഫൈ ദ ക്രോപ്പിംഗ് പാറ്റേൺ ഇൻ വിച്ച് ക്രോപ്സ് ആർ ഗ്രോൺ ആസ് കൺട്രോൾ മെഷർ ഫോർ ദ അഗ്രികൾച്ചർ പെസ്റ്റ്. അപ്പൊ നോക്കിയേ, ക്വസ്റ്റ്യൻ എന്താണ്? അഗ്രികൾച്ചർ പെസ്റ്റിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ക്രോപ്പിംഗ് പാറ്റേൺ, ഏത് ക്രോപ്പിംഗ് പാറ്റേൺ ആണ് നമ്മൾ നോർമലി ഫോളോ ചെയ്യാറ്? ക്വസ്റ്റ്യൻ ഒന്ന് കൺഫ്യൂഷൻ ആയിട്ട് തോന്നിയാലും നിങ്ങൾക്ക് ഓപ്ഷനിലേക്ക് പോകുമ്പോൾ പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ക്യാച്ച് ക്രോപ്പിംഗ്, കവർ ക്രോപ്പിംഗ്, ട്രാപ്പ് ക്രോപ്പിംഗ്, നൺ ഓഫ് ദീസ്. ഓക്കെ, അപ്പൊ ഇതിൽ തന്നെ അറിയാം നമുക്ക് എന്താണ് പെസ്റ്റിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എപ്പോഴും പറയാറുണ്ടല്ലേ, ഒരു ഇമ്പോർട്ടൻറ്റ് IPM സ്ട്രാറ്റജി ആയിട്ട് പറയുന്നതാണ്, അല്ലെങ്കിൽ ഒരു ടൂൾ ആയിട്ട് പറയുന്നതാണ് ട്രാപ്പ് ക്രോപ്പിംഗ് എന്ന് പറയുന്നത്. സോ ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് ട്രാപ്പ് ക്രോപ്പിംഗ് ആണ്. ക്യാച്ച് ക്രോപ്പിംഗും കവർ ക്രോപ്പിംഗും നമ്മൾ കവർ ക്രോപ്പിംഗ് സോയിൽ ഇറോഷനൊക്കെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടും, ക്യാച്ച് ക്രോപ്പിംഗ് എന്ന് പറയുന്നത് നമ്മുടെ മണ്ണിലെ വന്നിട്ടുള്ള ന്യൂട്രിയൻസിന് ക്യാച്ച് ചെയ്യാൻ, അല്ലെങ്കിൽ കുറച്ചുകൂടി എക്കണോമിക്കലി എന്താണ് നമ്മുടെ ന്യൂട്രിയൻസിനെ യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു കൈൻഡ് ഓഫ് ക്രോപ്പിംഗ് പാറ്റേൺ ആണ്. ഓക്കെ, അത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. അഗ്രി അസിസ്റ്റന്റ് ഗ്രേഡ് 2-ൽ വന്നൊരു ക്വസ്റ്റ്യൻ ആണ്. An insect which is effectively used for the control of African pile. ആഫ്രിക്കൻ പായലിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എഫക്റ്റീവ്ലി കൺട്രോൾ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്ത ഇൻസെക്ട് ഏതാണ്? ആക്ച്വലി ഇത് നമ്മുടെ ബയോ കൺട്രോൾ എന്ന് പറയുന്ന പോർഷനിൽ നമ്മൾ പഠിക്കാറുണ്ട് അല്ലേ. ബയോ കൺട്രോൾ എന്ന പോർഷനിൽ വീഡ് ബയോ കൺട്രോൾസ് അല്ലെങ്കിൽ വീഡ് മാനേജ്മെന്റിൽ നമ്മൾ ഇൻസെക്ട്സിനെ ബയോ കൺട്രോൾ ഏജൻസ് ആയിട്ട് ഉപയോഗിക്കാറുണ്ട് അല്ലേ. അപ്പൊ ഇതിൽ നമ്മുടെ കേരളത്തിൽ നമ്മൾ സക്സസ്ഫുള്ളി 2 വീഡ്സിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഏതാണ് ഇൻസെക്ട്സിനെ ബയോ കൺട്രോൾ ഏജന്റ് ആയിട്ട് ഉപയോഗിച്ചിട്ടുണ്ട് അല്ലെ. അപ്പൊ അത് ഏതൊക്കെയായിരുന്നു? ആഫ്രിക്കൻ പായലും അതുപോലെ തന്നെ ഐക്കോർണി അല്ലെ. അങ്ങനെ 2 വാട്ടർ ഹയാസിന്ത് എന്ന് പറയുന്ന ഐക്കോർണി, അങ്ങനെ 2 ഗ്രൂപ്പ് അല്ലെങ്കിൽ 2 അക്വാട്ടിക് വീഡ്സിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പൊ അത് ഏതാണ് എന്നാണ് ഇവിടുത്തെ ക്വസ്റ്റ്യൻ. അതിൽ വരുന്ന ആഫ്രിക്കൻ പായലിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത് ഏതായിരുന്നു? ദാറ്റ് ഈസ് സിറ്റോബാഗസ് സാൽവീനിയെ. ഏതാണ്? സിറ്റോബാഗസ് സാൽവീനിയെ എന്നാണ് അതിന്റെ പേര്. ആക്ച്വലി ഇത് ഒരു വീവിളാണ്. എന്താണ്? ഒരു വീവിളാണ് സിറ്റോബാഗസ് സാൽവീനിയെ. നമ്മുടെ സൗത്ത് അമേരിക്കൻ നേറ്റീവ് ആണ് സിറ്റോബാഗസ് സാൽവീനിയെ. ഇവിടെ ഇതിന്റെ അഡൽട്ടും അതുപോലെ തന്നെ ഇതിന്റെ ഗ്രബ് അല്ലെങ്കിൽ നമ്മൾ പറയുന്ന ലാർവ, ഇവർ 2 പേരും ഒരുപോലെ ഡാമേജ് ഉണ്ടാക്കുന്നുണ്ട് ആഫ്രിക്കൻ പായലിൽ. ഇനി മെയിൻ ആയിട്ട് നമ്മുടെ ആഫ്രിക്കൻ പായലിന്റെ വേറൊരു പേര്, ഇവിടെ വേറൊരു കാര്യം ശ്രദ്ധിക്കാൻ, ചില സമയത്ത് അല്ലെങ്കിൽ ചിലപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ ആഫ്രിക്കൻ പായൽ എന്നതിന് പകരം അതിന്റെ സയന്റിഫിക് നെയിം ആയിരിക്കും തരിക. എന്തായിരിക്കും? ദാറ്റ് ഈസ് സാൽവീനിയ മൊളസ്റ്റ. ഓക്കെ, സാൽവീനിയ മൊളസ്റ്റ എന്നാണ് അതിന്റെ സയന്റിഫിക് നെയിം. ഓക്കെ, അപ്പൊ അതും കൂടി ഒന്ന് ഓർമ്മിച്ച് വെച്ചിരിക്കണം. കോമൺ നെയിംസും ഓർമ്മിക്കണം. വേറെ ഏതൊക്കെ പേരുണ്ട്? സാൽവീനിയ മൊളസ്റ്റീനെ തന്നെയാണ് നമ്മൾ വേറെ ഏതൊക്കെ പേരിലാ പറയാറ്? വാട്ടർ ഫേൺ എന്ന് പറയാറുണ്ട്. ഓക്കെ, ഏതൊക്കെയായിരുന്നു? വാട്ടർ ഫേൺ എന്ന് പറയാറുണ്ട്. അതുപോലെ തന്നെ ആഫ്രിക്കൻ പായൽ എന്ന് പറയാറുണ്ട്. ദെൻ കരീബ് വീഡ്. എന്താണ്? കരീബ് വീഡ്. ഓക്കെ, ചിലപ്പം നമ്മൾ ഈ കേൾക്കാത്ത പേരൊക്കെ ചിലപ്പോൾ എടുത്ത് ചോദിക്കാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പൊ ഏതാണെന്ന് ആലോചിച്ച് വെക്കുക. സാൽവീനിയ മൊളസ്റ്റേനെ തന്നെയാണ് ആഫ്രിക്കൻ പായൽ എന്നും വാട്ടർ ഫേൺ എന്നും കരീബ് വീഡ് എന്നൊക്കെ പറയുന്നത്. അപ്പൊ അതിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിച്ച ബയോ കൺട്രോൾ ഏജന്റ് ആണ് ഒരു വീവിൾ. അതിന്റെ പേരാണ് സിറ്റോബാഗസ് സാൽവീനിയെ. ഓക്കെ, ക്ലിയർ അല്ലേ? ഇനി എന്താണ് ഈ ക്രോസിഡോസിമ ലെൻഡാന? നമുക്ക് ഓൾറെഡി അറിയാം, ലെൻഡാനയും നമുക്ക് അത്യാവശ്യം ഡാമേജ് ഉണ്ടാക്കുന്ന
എന്തായിരുന്നു? വീടായിരുന്നു, ലെൻഡാന. നമ്മൾ മറ്റേ മുത്തുച്ചെടി, മണിച്ചെടി എന്നൊക്കെ പറയുന്നത്. ഓക്കെ, ലെൻഡാന ക്യാമറ അല്ലെ, ലെൻഡാന ക്യാമറ. അതിനെ കൺട്രോൾ ചെയ്യാൻ നമ്മൾ ഒരു ഇൻസെക്റ്റിനെ യൂസ് ചെയ്തിട്ടുണ്ട്. ഇറ്റ്സ് എ മോത്ത്. നമ്മൾ ലെൻഡാന മോത്ത് എന്നൊക്കെ പറയും, ടോർട്ടിസിഡ് മോത്ത് എന്നൊക്കെ പറയും. ആ മോത്തിന്റെ പേരാണ് ക്രോസിഡോസീമ ലെൻഡാന. ക്രോസിഡോസീമ ലെൻഡാന. നെക്സ്റ്റ് നിയോകിറ്റിന ഐക്കോർണിയ. അപ്പൊ ഇവിടെ നിന്ന് നമുക്ക് ഓൾറെഡി അറിയാം, സാൽവീനിയും ഐക്കോർണിയയാണ് രണ്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അക്വാട്ടിക് വീഡ്സ്. അപ്പൊ ഐക്കോർണിയന് തന്നെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? വാട്ടർ ഹയാസിന്ത് അല്ലേ? ഐക്കോർണിയന്റെ വേറൊരു പേരാണ് വാട്ടർ ഹയാസിന്ത്. ഈ വാട്ടർ ഹയാസിന്തിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കൊണ്ടുവന്ന വേറൊരു വീവിളിന്റെ പേരാണ്, രണ്ട് വീവിളിനെ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. ഒന്ന് നിയോകെറ്റിന ഐക്കോർണിയ ഉണ്ട്, വേറൊന്ന് നിയോകെറ്റിന ബ്രൂക്കി ഉണ്ട്. ഓക്കെ, എന്താണ്? ബ്രൂച്ചിന്നോ ബ്രൂക്കിന്നോ എങ്ങനെയാണോ നിങ്ങൾക്ക് പ്രൊനൗൺസ് ചെയ്യാൻ എളുപ്പം അങ്ങനെ പഠിക്കാം. ഓക്കെ, നിയോകെറ്റിന ഐക്കോർണിയ ഉണ്ട്, നിയോകെറ്റിന ബ്രൂക്കി ഉണ്ട്. നെക്സ്റ്റ് നമ്മുടെ കാക്ടോബ്ലാസ്റ്റിസ് കാക്ടോറം. കാക്ടോബ്ലാസ്റ്റിസ് കാക്ടോറം എന്ന് പറയുന്നത് ഒരു മോത്താണ്. ഓക്കെ, ഒരു ലെപ്ഡോപ്റ്ററൻ ആയിട്ടുള്ള ഒരു മോത്താണ്. ഇതിന് നമ്മൾ പറയുന്ന പേരാണ് കാക്ടസ് മോത്ത്. ഇപ്പം നിങ്ങൾക്ക് കുറച്ചൊരു ഐഡിയ വന്നിട്ടുണ്ടായിരിക്കും ഏത് വീടിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും ഇതിനെ ഉപയോഗിച്ചതെന്ന്. ഓക്കെ, കാക്ടസ് മോത്ത് ഏതായിരിക്കും? നമ്മുടെ പ്രിക്ലി പിയർ കേട്ടിട്ടില്ലേ? പ്രിക്ലി പിയർ എന്ന് പറഞ്ഞ വീട് കാക്ടസ്. പ്രിക്ലി പിയറിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഒപ്പൻഷ്യ. പ്രിക്ലി പിയറിന്റെ സയന്റിഫിക് നെയിമാണ് ഒപ്പൻഷ്യ. ഓക്കെ, ഇപ്പൊ ക്ലിയർ ആയിട്ടുണ്ടായിരിക്കും. നമ്മൾ ഒപ്പൻഷ്യ എന്ന് പറയുന്ന പ്രിക്ലി പിയറിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്ന ബയോ കൺട്രോൾ ഏജന്റ് അല്ലെങ്കിൽ ഇൻസെക്റ്റിന്റെ പേരാണ് കാക്ടോബ്ലാസ്റ്റിസ് കാക്ടോറം. ഇറ്റ് ഇസ് എ മോത്ത്. അതൊരു മോത്താണ്. ഓക്കെ, അപ്പൊ ഓർമ്മിക്കുക, ലെൻഡാനയെ കൺട്രോൾ ചെയ്യാൻ കൊണ്ടുവന്ന മോത്തിന്റെ പേരാണ് ക്രോസിഡോസീമ ലെൻഡാന. ഇനി പ്രിക്ലി പിയറിനെ കൺട്രോൾ ചെയ്യാൻ കൊണ്ടുവന്ന മോത്തിന്റെ പേരാണ് കാക്ടോബ്ലാസ്റ്റിസ് കാക്ടോറം. ഇനി രണ്ട് വാട്ടർ ഫേൺസ് ഉണ്ട് അല്ലെങ്കിൽ വാട്ടർ വീഡ്സ് ഉണ്ട്. അതിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നതാണ് ഒന്ന് നമ്മുടെ സിട്രോബാക്കസ് സാൽവീനയും മറ്റൊന്ന് നിയോകിറ്റിന ഐക്കോർണി, നിയോകിറ്റിന ബ്രൂക്കി. ഓക്കെ, ഇത് കൺഫ്യൂസ്ഡ് ആയി പോകരുത്. എപ്പോഴും നമുക്ക് ബയോ കൺട്രോളിന്റെ പോർഷനിൽ നിന്ന് എപ്പോഴും ക്വസ്റ്റ്യൻസ് വരാറുണ്ട്, ഓർമ്മിച്ച് വെച്ചേക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എപ്പോഴും നമുക്ക് IPM എന്നുള്ളൊരു പോർഷനിൽ ബേസിക് കൺസെപ്റ്റിൽ വരുന്നതാണ് എക്കണോമിക് ത്രെഷോൾഡ് ലെവലും എക്കണോമിക് ഇഞ്ചുറി ലെവലും. അത് റിലേറ്റഡ് ആയിട്ട് വന്നൊരു ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് അമംഗ് ദ ഫോളോയിങ് ഈസ് കറക്റ്റ് സ്ട്രാറ്റജി ഫോർ ദ പെസ്റ്റ് കൺട്രോൾ? പെസ്റ്റ് കൺട്രോളിന് വേണ്ടിയിട്ടുള്ള ബെസ്റ്റ് അല്ലെങ്കിൽ കറക്റ്റ് സ്ട്രാറ്റജി ഏതാണ്? ഇനിഷ്യേറ്റ് പെസ്റ്റ് കൺട്രോൾ അറ്റ് എക്കണോമിക് ത്രെഷോൾഡ് ലെവൽ, ഇനിഷ്യേറ്റ് പെസ്റ്റ് കൺട്രോൾ മച്ച് ബിലോ ദ എക്കണോമിക് ത്രെഷോൾഡ് ലെവൽ, ഇനിഷ്യേറ്റ് പെസ്റ്റ് കൺട്രോൾ അറ്റ് എക്കണോമിക് ഇഞ്ചുറി ലെവൽ, ഇനിഷ്യേറ്റ് പെസ്റ്റ് കൺട്രോൾ എബോവ് എക്കണോമിക് ഇഞ്ചുറി ലെവൽ. അപ്പം നമ്മൾ മനസ്സിലാക്കുക, ഇറ്റ് ഈസ് ആക്ച്വലി റിലേറ്റഡ് ടു എന്താണ്? ഇൻസെക്ട് പോപ്പുലേഷൻ. ഇൻസെക്ട് പോപ്പുലേഷൻ റിലേറ്റഡ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. അപ്പം നമുക്കറിയാം, ഒരു ഇൻസെക്റ്റിന്റെ പോപ്പുലേഷൻ എടുത്തു കഴിഞ്ഞാൽ they have gone through like this. ഓക്കെ, ഇങ്ങനെ ഒരു രീതിയിലായിരിക്കും പോകുന്നത്. അവര് ഫസ്റ്റ് ഒരു ഇക്വിലിബ്രിയം പൊസിഷനിൽ നിന്ന് പതുക്കെ, ജനറൽ ഇക്വിലിബ്രിയം പൊസിഷൻ എന്നാണ് പറയുന്നത്, അതിൽ നിന്ന് പതുക്കെ ഗ്രോത്ത് കയറി വന്നിട്ട് ഒരു പോയിന്റിലെത്തേക്കും. അതിനെ നമ്മൾ എക്കണോമിക് ത്രെഷോൾഡ് ലെവൽ എന്ന് പറയും. ഇനി അതിൻ്റെ മുകളിലേക്ക് പോകുമ്പോൾ വരുന്നതാണ് എക്കണോമിക് ഇഞ്ചുറി ലെവൽ. എക്കണോമിക് ഇഞ്ചുറി ലെവൽ. ഇനി എന്താണ് ഇവർ തമ്മിലുള്ള വ്യത്യാസം? എക്കണോമിക് ത്രെഷോൾഡ് ലെവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ വെച്ചിട്ട് നമുക്ക് പെസ്റ്റിന്റെ പോപ്പുലേഷൻ എന്താണ് ഇൻക്രീസ് ചെയ്ത് പോവാന്നുള്ള ഒരു ഇൻഡിക്കേഷൻ കിട്ടുന്ന ഒരു പോയിന്റ് ആണ് എക്കണോമിക് ത്രെഷോൾഡ് ലെവൽ. എന്ന് വെച്ചാൽ നമ്മൾ ഇവിടെ വെച്ച് ആ പെസ്റ്റിനെ കൺട്രോൾ ചെയ്തില്ല എങ്കിൽ ആ പെസ്റ്റിന്റെ പോപ്പുലേഷൻ എക്കണോമിക് ഇഞ്ചുറി ലെവലിലേക്ക് പോവുകയും നമുക്ക് എക്കണോമിക് ലോസ് ഉണ്ടാക്കുകയും ചെയ്യും. അപ്പോൾ ഇനി ഈ ഒരു കൺസെപ്റ്റ് ഒന്ന് വെച്ചിട്ട് ഈ ഓപ്ഷൻസ് നോക്കിക്കേ. അങ്ങനെ നോക്കുമ്പോൾ ആൻസർ എന്താണ്? ഇനിഷ്യേറ്റ് പെസ്റ്റ് കൺട്രോൾ അറ്റ് എക്കണോമിക് ത്രെഷോൾഡ് ലെവൽ. എക്കണോമിക് ത്രെഷോൾഡ് ലെവലിൽ വെച്ചിട്ടാണ് നമ്മൾ എപ്പോഴും പെസ്റ്റ് കൺട്രോൾ ഇനിഷ്യേറ്റ് ചെയ്യേണ്ടത്. ഒരിക്കലും ബിലോയിൽ, മച്ച് ബിലോയിൽ പോകാൻ പാടില്ല. ആൻഡ് എക്കണോമിക് ഇഞ്ചുറി ലെവലിലേക്കും പോകാൻ പാടില്ല. ആൻഡ് എബോവ് ദ ഇഞ്ചുറി ലെവലിലേക്കും പോകാൻ പാടില്ല. ഓക്കെ, എക്കണോമിക് ഇഞ്ചുറി ലെവലിലും എബോവ് ഇഞ്ചുറി ലെവലിലും നമ്മൾ കൺട്രോൾ മാനേജ്മെന്റ് സ്ട്രാറ്റജീസ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് വേസ്റ്റ് ഓഫ് മണി ആയിരിക്കും. ദാറ്റ് മീൻസ് ഇഞ്ചുറി ലെവലിലെത്തിയ ഒരു പെസ്റ്റ് പോപ്പുലേഷൻ നമുക്ക് ഡെഫിനറ്റ്ലി എക്കണോമിക് ലോസ് ഉണ്ടാക്കും. ഓക്കെ,
നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ കമ്പോണന്റ് ഓഫ് IPM? ഇത് നമ്മുടെ അഗ്രി അസിസ്റ്റന്റ് ഗ്രേഡ് 2-ൽ വന്നൊരു ക്വസ്റ്റ്യൻ ആണ്. ഈ IPMന്റെ കമ്പോണൻസിൽ വരുന്നത് ഏതൊക്കെയാണെന്നാണ്. അപ്പോൾ ഏതൊക്കെയാണ്? സ്പ്രേയിങ് മാലത്തിയോൺ ഫോർ ഇൻസെക്ട് പെസ്റ്റ് കൺട്രോൾ, സോയിൽ സോളറൈസേഷൻ, യൂസിങ് മാരിഗോൾഡ് ആസ് ട്രാപ്പ് ക്രോപ്പ്, ഓൾ ദ എബവ്. അപ്പം നമുക്കറിയാം IPM എന്ന് പറയുന്നത് കുറേ ടൂളുകൾ ചേർന്നതാണ്. അതിൽ കൾച്ചറൽ മെത്തേഡ്സ് ഉണ്ട്, മെക്കാനിക്കൽ മെത്തേഡ്സ് ഉണ്ട്, ഫിസിക്കൽ മെത്തേഡ്സ് ഉണ്ട്, ദെൻ ബയോ കൺട്രോൾ മെത്തേഡ്സ് ഉണ്ട്, ലെജിസ്ലേറ്റീവ് ഓർ ലീഗൽ മെത്തേഡ്സ് ഉണ്ട്. ഓക്കെ, ദെൻ നമ്മുടെ HPR ഉണ്ട്. ഓക്കെ, HPR ഉണ്ട്, ദെൻ നമ്മുടെ ബയോടെക്നോളജിക് ആപ്ലിക്കേഷൻസ്. ഇപ്പം ഇത്രയും ഉണ്ട്. ഇത്രയും ചേരുമ്പോൾ ഇതിൻ്റെ കോമ്പിനേഷനാണ് ആക്ച്വലി IPM എന്ന് പറയുന്നത്. ദെൻ നമ്മുടെ കെമിക്കൽ കൺട്രോൾ ഉണ്ട്. അപ്പോൾ സ്പ്രേയിങ് മാലത്തിയോൺ എന്ന് പറയുന്നത് ഇറ്റ്സ് എ കെമിക്കൽ മെത്തേഡ്. സോയിൽ സോളറൈസേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഫിസിക്കൽ മെത്തേഡ് or physical or mechanical method. Then marigold as a trap crop, it's a cultural method. Okay, so the answer is all the above. ഈ എല്ലാ എന്താണ് IPMന്റെ കമ്പോണൻസിൽ വരുന്നതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. The type of insecticide that are most effective against sucking pest. ഇപ്പം നമ്മൾ പഠിച്ചു IPMൽ തന്നെ കെമിക്കൽ കൺട്രോൾ മെഷേഴ്സ് നമ്മൾ പഠിച്ചില്ലേ. ഈ കെമിക്കൽ കൺട്രോൾ മെഷേഴ്സിൽ വരുന്നതാണ് യൂസ് ഓഫ് പെസ്റ്റിസൈഡ്സ് ഓർ ഇൻസെക്ടിസൈഡ്സ്. അപ്പോൾ ഇതിൽ സ്പെസിഫിക് ആയിട്ട് അവർ ചോദിച്ചിരിക്കുന്നത് എന്താണ്? സക്കിംഗ് പെസ്റ്റിനെ കൺട്രോൾ ചെയ്യാൻ അല്ലെങ്കിൽ സക്കിംഗ് ഇൻസെക്റ്റിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഏത് ടൈപ്പ് ഓഫ് ഇൻസെക്ടിസൈഡ് ആണ് സ്യൂട്ടബിൾ? സ്റ്റൊമക് ഇൻസെക്ടിസൈഡ്, ഫിമിഗന്റ് ഇൻസെക്ടിസൈഡ്, സിസ്റ്റമിക് ഇൻസെക്ടിസൈഡ്സ് ആൻഡ് ഡിറ്ററൻസ്. സ്റ്റൊമക് ഇൻസെക്ടിസൈഡ്സ് എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് എന്താണ് കോണ്ടാക്ട് ഇൻസെക്ടിസൈഡ്സ് ആണ് ഓൾമോസ്റ്റ്. ഓക്കെ, ഫ്യൂമിഗന്റ് ആകുമ്പോഴത്തേക്ക് രണ്ട് രീതിയും വരും. അതിൽ കോണ്ടാക്റ്റും ഉണ്ട്, അറ്റ് ദ സെയിം ടൈം സിസ്റ്റമിക്കും ഉണ്ടായിരിക്കും. നെക്സ്റ്റ് സിസ്റ്റമിക് ഇൻസെക്ടിസൈഡ്സ് ഉണ്ട്. സിസ്റ്റമിക് എന്ന് പറഞ്ഞാൽ അപ്ലൈ ചെയ്യുന്ന പാർട്ടിൽ അബ്സോർപ്ഷൻ നടന്നിട്ട് എൻ്റയർ ബോഡിയിൽ ട്രാൻസ്ലോക്കേറ്റ് ചെയ്യും, ദാറ്റ് ഈസ് സിസ്റ്റമിക്. ദെൻ ഡിറ്ററൻസ് മീൻസ് എന്താണ്? അതിലേക്ക് വരാതെ ഡിറ്റർ ചെയ്ത് അല്ലെങ്കിൽ മാറ്റി നിർത്തുന്നതിനെയാണ് നമ്മൾ ഡിറ്ററൻസ് എന്ന് പറയുന്നത്. അപ്പോൾ സക്കിംഗ് പെസ്റ്റിനെ എപ്പോഴും നമ്മൾ എഫക്റ്റീവ് ആയിട്ട് പറയുന്നത് സിസ്റ്റമിക് ഇൻസെക്ടിസൈഡ്സ് ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. അറ്റാക്ക് ഓഫ് സ്നെയിൽസ് ഓൺ പ്ലാന്റ്സ് ക്യാൻ ബി മാനേജ്ഡ് ബൈ ദ യൂസ് ഓഫ്. ഇതും നമ്മുടെ എന്താണ് കെമിക്കൽ പെസ്റ്റ് മാനേജ്മെന്റിൽ വരുന്ന ഒരു എക്സാമ്പിൾ ആണ്. സ്നെയിൽസ്, സ്ലഗ്സും സ്നെയിൽസും നമ്മൾ പഠിക്കാറുണ്ട് അല്ലെ. മൊളസിസൈഡ്സ് ഓർ മൊളക്സ് എന്ന് നമ്മൾ പറയുന്നത്. അപ്പൊ മൊളക്സിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഏതൊക്കെ ഇൻസെക്ടിസൈഡ്സ് അല്ലെങ്കിൽ മൊളസിസൈഡ്സ് യൂസ് ചെയ്യാം എന്നാണ് ക്വസ്റ്റ്യൻ. മെത്തോമിൽ, then മെറ്റാൽഡിഹൈഡ്, both 1 and 2 and none of the above. ഓക്കെ, മെറ്റാൽഡിഹൈഡ് നമുക്കറിയാം, മെത്തോമിലും നമുക്കറിയാം. ഇത് രണ്ടും നമ്മൾ എഫക്റ്റീവ്ലി യൂസ് ചെയ്യുന്നതാണ്. മെത്തോമിൽ പക്ഷേ ഇപ്പോൾ മാർക്കറ്റിൽ അധികം അവൈലബിൾ അല്ല, മെറ്റാൽഡിഹൈഡ് ആണ് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളത്. ബട്ട് ഇത് രണ്ടും നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. സോ ദ ആൻസർ ഈസ് ബോത്ത് 1 and 2. 1 and 2. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. A toxicity label in a pesticide bottle shows blue color. അപ്പോൾ ഒരു പെസ്റ്റിസൈഡിന്റെ ബോട്ടിൽ ബ്ലൂ കളർ, ട്രയാങ്കിളിൽ ബ്ലൂ കളർ ആണ് കൊടുത്തിരിക്കുന്നത് എങ്കിൽ എന്താണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? ഓക്കെ, അതാണ് ക്വസ്റ്റ്യൻ. എന്താണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നതെന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഇപ്പൊ ട്രയാങ്കിളിൽ ബ്ലൂ കളർ ആണ് മുകളിൽ കൊടുത്തത്. സോറി, സാധാരണ എപ്പോഴും താഴെയാണ്. പോട്ടെ. സോ അപ്പം ബ്ലൂ കളർ ആണ് കൊടുത്തിരിക്കുന്നതെങ്കിൽ വാട്ട് ഇറ്റ് ഇൻഡിക്കേറ്റ്സ്? ഇറ്റ് ഇൻഡിക്കേറ്റ്സ് ദ പെസ്റ്റിസൈഡ്. അപ്പം നമുക്കറിയാം കെമിക്കൽ പെസ്റ്റിസൈഡ്സ് അല്ലെങ്കിൽ കെമിക്കൽ പെസ്റ്റ് കൺട്രോളിൽ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്ന ഒന്നാണ് പെസ്റ്റിസൈഡ്സ്. ഈ പെസ്റ്റിസൈഡ്സിൻ്റെ അതിൻ്റെ ടോക്സിസിറ്റി ലെവൽ അനുസരിച്ചിട്ട് നമ്മൾ എങ്ങനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്? 4 ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. റെഡ്, യെല്ലോ, ബ്ലൂ ആൻഡ് ഗ്രീൻ. ഓക്കെ, അങ്ങനെ നമ്മൾ 4 ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ബ്ലൂ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഏതാണ്? എക്സ്ട്രീംലി ടോക്സിക്, മോഡറേറ്റ്ലി ടോക്സിക്, ഹൈലി ടോക്സിക് ആൻഡ് സ്ലൈറ്റ്ലി ടോക്സിക്. അപ്പൊ ഇതിന്റെ അറിയണമെങ്കിൽ ഈ റെഡ്, യെല്ലോ, ബ്ലൂ, ഗ്രീൻ ഏതിനേക്കാണ് ഡിറ്റർമിൻ ചെയ്യുന്നതെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം, ഏതിനേക്കാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നതെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം അല്ലേ. അപ്പൊ നമുക്ക് നോക്കാം. എക്സ്ട്രീംലി ടോക്സിക് ആണ് റെഡ്. ഓക്കെ, ഇനി ഹൈലി ടോക്സിക് ആണ് യെല്ലോ, മോഡറേറ്റ്ലി ടോക്സിക് ആണ് ഏത് വരുന്നത്? ബ്ലൂ, സ്ലൈറ്റ്ലി ടോക്സിക് ആണ് ഗ്രീൻ.
ഓക്കെ, അപ്പൊ ആൻസർ ഏതാണ്? ബി ആണ് നമുക്കിവിടെ ആൻസർ ആയിട്ട് വരുന്നത്. അപ്പൊ ഇനി എക്സ്ട്രീംലി ടോക്സിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 to 50 milligram per kilogram ബോഡി വെയിറ്റ് ആയിരിക്കും അവിടെ അതിന്റെ ഡോസ് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് വരുന്നത് ഹൈലി ടോക്സിക് അല്ലെ, എക്സ്ട്രീംലി കഴിഞ്ഞാൽ നെക്സ്റ്റ് വരുന്നത് ഹൈലി ടോക്സിക്, ദാറ്റ് ഈസ് 51 to 500. Then moderately amber 500 and 1 to 5000. And slightly toxic, it's more than 5000. ഓക്കെ, അപ്പൊ ഇത് എപ്പോഴും പഠിച്ചു വെച്ചിരിക്കണം. ക്വസ്റ്റ്യൻ ഡെഫിനറ്റ്ലി യു വിൽ ഗെറ്റ് എ ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് IPMന്റെ അടുത്തൊരു പോർഷൻ നോക്കാം. ആൻ ഇൻസെക്ടിസൈഡ് ബാൻഡ് ഫോർ യൂസ് ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ ബാൻ ചെയ്തിരിക്കുന്ന ഇൻസെക്ടിസൈഡ് ഏതെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഏതാണ്? തയോഡികാർബ്, ഇൻഡോക്സാകാർബ്, ഫ്ലൂവാലിനേറ്റ് ആൻഡ് ആൽഡികാർബ്. അപ്പൊ ഇതിലേതാണ്? ഇതില് ആൽഡികാർബാണ് ബാൻ ചെയ്തിരിക്കുന്നത്. ബാക്കിയുള്ള തയോഡികാർബ്, ഇൻഡോക്സാകാർബ്, ഫ്ലൂവാലിനേറ്റ് ഇതൊക്കെ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. പക്ഷേ ഇതെല്ലാം കാർബമൈറ്റ്സ് ആണ്. ഓക്കെ, എന്താണ്? കാർബമൈറ്റ്സ് എന്ന് പറയുന്ന ഇൻസെക്ടിസൈഡ് ഗ്രൂപ്പ് ആയതുകൊണ്ട് തന്നെ ഇതിന്റെ യൂസ് മാക്സിമം കുറച്ചിട്ടുണ്ട്. ടോക്സിസിറ്റി കൂടുതലായിട്ടുള്ള ഇൻസെക്ടിസൈഡ് ആയതുകൊണ്ട് ഇതിന്റെ യൂസ് നമ്മൾ മാർക്കറ്റ് അവൈലബിലിറ്റിയും യൂസ് കുറച്ചിട്ടുണ്ട്. ഇതിൽ തന്നെ ഇൻഡോക്സാകാർബ് അത്യാവശ്യം മാർക്കറ്റിൽ കിട്ടുന്ന ഒരു കൈൻഡ് ഓഫ് കാർബമൈഡ് ആണ്. നമ്മൾ ലാർവിൻ എന്നൊക്കെ പറഞ്ഞിട്ട് മേടിക്കാൻ കിട്ടും, ലാർവിൻ എന്നൊക്കെ പറഞ്ഞിട്ട്. ഓക്കെ, ക്ലിയർ. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിയാലോ. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ആർ കറക്റ്റ്? അപ്പൊ നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് ഏതെന്നാണ് നോക്കാനുള്ളത്. അപ്പൊ നമുക്ക് സ്റ്റേറ്റ്മെന്റ്സ് ഒന്ന് വായിച്ചു നോക്കാം. പ്രസൻസ് ഓഫ് ട്രൈക്കോംസ് ഇൻ ലീവ്സ് confers resistance to plants by anti-zoonosis. Okay, so it's a portion related to HPR അല്ലേ? നമ്മുടെ HPR റിലേറ്റഡ് ആയിട്ടുള്ള ഒരു പോർഷൻ ആണ് ഇവിടെ വന്നിരിക്കുന്നത്. HPRൽ നമ്മൾ 3 സ്ട്രാറ്റജീസ് പഠിക്കുന്നുണ്ട്. ആന്റി-സെനോസിസ്, antibiosis and tolerance. And also there is a resistance. Resistance ഉണ്ടെങ്കിലും നമ്മൾ ഈ 3നെയാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. സോ എന്താണ് ആന്റിബയോസിസ്, ആന്റിസെനോസിസ്, ടോളറൻസ്? ഇതറിയാമെങ്കിൽ ഈ സ്റ്റേറ്റ്മെന്റ്സ് പെട്ടെന്ന് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അപ്പം കറക്റ്റ് ആയിട്ട് പ്രസൻസ് ഓഫ് ട്രൈക്കോംസ് ഇൻ ലീവ്സ് കൺഫേഴ്സ് റെസിസ്റ്റൻസ് ടു പ്ലാന്റ്സ് ബൈ ആന്റിസെനോസിസ്. ആന്റിസെനോസിസ് എന്ന് പറയുന്നത് എന്താണ്? പ്ലാന്റ് അല്ലെങ്കിൽ ഹോസ്റ്റ് അതിന്റെ മെക്കാനിസംസ് വഴിയിട്ട് ഇൻസെക്റ്റിന് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ അല്ലെങ്കിൽ ഇൻസെക്റ്റിന് ആ ഹോസ്റ്റ് സ്യൂട്ടബിൾ അല്ലാത്ത രീതിയിൽ മാറ്റും. അപ്പോൾ എങ്ങനെയാണ്? ഇപ്പൊ പ്ലാന്റിനെ സംബന്ധിച്ചിടത്തോളം ട്രൈക്കോംസ്, ഹെയർസ് എന്ന് പറയുന്നത് ലീവ്സിൽ വന്നു കഴിഞ്ഞാൽ അവിടെ ഇൻസെക്റ്റിന് വന്ന് സെറ്റിൽ ചെയ്യാനോ ദെൻ ബ്രീഡിങ് നടത്താനോ പോസിബിലിറ്റി കുറയ്ക്കും. അപ്പൊ ഇതൊരു കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. Then presence of gossypol in cotton confers resistance by anti-zoonosis. ആന്റിസെനോസിസ് നമ്മൾ ഓൾറെഡി പറഞ്ഞു, മോർഫോളജിക്കലി ആയിട്ടുള്ള അഡാപ്റ്റേഷൻസിനെയാണ് നമ്മൾ ആന്റിസെനോസിസ് എന്ന് പറയുന്നത്. പക്ഷേ ഗോസിപ്പോൾ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഇൻ ഫിസിയോളജി അല്ലെ, ഒരു പ്ലാന്റിന്റെ ഫിസിയോളജി റിലേറ്റഡ് ആയിട്ട് വരുന്ന അല്ലെങ്കിൽ ഇന്റേണൽ പാർട്ടിൽ കാണുന്ന ഒരു ബയോ ഏജന്റ് ആണ് ഈ ഗോസിപ്പോൾ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ആൻ ആന്റി ഇൻസെക്ടിസൈഡൽ പ്രോപ്പർട്ടി കാണിക്കുന്ന ഒരു ബയോ ഏജന്റ് ആണ് ഗോസിപ്പോൾ. അപ്പോൾ ഇത് ആക്ച്വലി ആന്റിസെനോസിസ് അല്ല, ഇറ്റ് ഈസ് ആന്റിബയോസിസ്. ആന്റിബയോസിസ് ആണ് അതിൽ വരുന്നത്. സോ ദിസ് സ്റ്റേറ്റ്മെന്റ് ഈസ് റോങ്. Next, the ability of a rice variety to produce more tillers after the infestation of rice temporary tolerance. ടോളറൻസ് എന്ന് പറയുന്നത് എങ്ങനെയാണ്? എക്കണോമിക് ലോസ് വരാതെ അല്ലെങ്കിൽ ഈവൻ പെസ്റ്റ് അറ്റാക്ക് വന്നാൽ പോലും നോർമലി ഒരു പ്ലാന്റ് തരുന്ന എക്കണോമിക് പ്രോഫിറ്റ് അല്ലെങ്കിൽ ഈൽഡ് തരുന്നതിൻ്റെ ആ ഒരു സ്ട്രാറ്റജീനെയാണ് നമ്മൾ ടോളറൻസ് എന്ന് പറയുന്നത്. സോ ഹിയർ ഇൻ ദ കേസ് ഓഫ് റൈസിന്റെ ടെമ്പോറർ അറ്റാക്ക് ചെയ്യുമ്പോഴത്തേക്ക് എന്ത് സംഭവിക്കും? അവിടെ ഹൈ ഇൻഫെസ്റ്റേഷൻ വരുന്നതനുസരിച്ചിട്ട് മാക്സിമം ടില്ലറിങ് നടക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ടെമ്പോറർ വന്നു കഴിഞ്ഞാൽ സ്റ്റെം മൊത്തത്തിൽ ഡാമേജ് ആവും. ബട്ട് അറ്റ് ദ സെയിം ടൈം നമ്പർ ഓഫ് ടില്ലേഴ്സ് കൂടുതലായിട്ട് വന്നു കഴിഞ്ഞാൽ ഈൽഡ്, എക്കണോമിക് ഈൽഡിൽ എന്ത് പറ്റത്തില്ല? മാറ്റം വരത്തില്ല. സോ ദിസ് സ്റ്റേറ്റ്മെന്റ് ഈസ് റൈറ്റ്. Next, biotype development occurs in varieties with antibiosis as a resistance mechanism. Antibiosis എന്ന് പറയുന്ന റെസിസ്റ്റൻസ് മെക്കാനിസം ഹോസ്റ്റിൽ അല്ലെങ്കിൽ പ്ലാന്റിൽ ഉണ്ടെങ്കിലാണ്, വെറൈറ്റീസിൽ ഉണ്ടെങ്കിലാണ് ഇൻസെക്റ്റിൽ ബയോടൈപ്പുകൾ ഡെവലപ്പ് ചെയ്യുന്നത്. ഇറ്റ്സ് എ റൈറ്റ് സ്റ്റേറ്റ്മെന്റ്. അതൊരു കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പൊ എന്താണ് ഇവിടുത്തെ ആൻസർ? സോ ദ ആൻസർ ഈസ് 1, 3 and
4. ഓക്കെ, അപ്പം ആൻറ്റിസെനോസിസ്, ആൻറ്റിബയോസിസ്, ടോളറൻസ് ഈ 3 കൺസെപ്റ്റും ക്ലിയർ ആയിട്ട് അറിയാമെങ്കിൽ ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ നമുക്ക് ഡെഫിനറ്റ്ലി സ്കോർ ചെയ്യാൻ പറ്റും. ഇപ്പം ലാസ്റ്റ് ആൻഡ് ഫൈനൽ ക്വസ്റ്റ്യൻ, വിച്ച് among the following is not a predator? അപ്പോൾ ഹിയർ അഗെയിൻ ഇറ്റ് ഈസ് റിലേറ്റഡ് ടു ബയോ കൺട്രോൾ. ബയോ കൺട്രോൾ മെക്കാനിസം അല്ലെങ്കിൽ ബയോ കൺട്രോൾ എന്ന് പറയുന്ന ടൂളിൽ വരുന്ന ക്വസ്റ്റ്യൻ ആണ് അഗെയിൻ വന്നിരിക്കുന്നത്. ഇതിലേതാണ് പ്രിഡേറ്റർ അല്ലാത്തത് എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഏതൊക്കെയാന്ന് നോക്കാം. ടെലനോമസ് റൊവാനി, കിലോമിനസ് സെക്സ്മാക്കുലേറ്റ, ക്രൈസോപെർല സെട്രോവി ആൻഡ് ഡിഫ അഫിഡിബോറ. ഓക്കെ, അപ്പൊ ഇതിൽ നമുക്ക് ഓരോരുത്തരെ നോക്കാം. ടെലനോമസ് എന്ന് പറയുന്നത് നിങ്ങൾ POP വായിച്ചവർക്കാണെങ്കിൽ അല്ലെങ്കിൽ ബയോ കൺട്രോൾ പോർഷൻസ് നന്നായിട്ട് തറോ ആയവർക്കാണെങ്കിൽ അറിയാം. ഈ ടെലനോമസ് എന്ന് പറയുന്നത് റൈസ് എക്കോസിസ്റ്റത്തിലെയും വെജിറ്റബിൾ എക്കോസിസ്റ്റത്തിലെയും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എന്താണ്, ഇറ്റ്സ് എ പാരസിറ്റോയിഡ്. ഓക്കെ, ഇറ്റ്സ് എ പാരസിറ്റോയിഡ്. അപ്പൊ ഇവിടുന്ന് തന്നെ നമുക്ക് ആൻസർ കിട്ടി. ഏതാണ് അപ്പൊ പ്രിഡേറ്റർ അല്ലാത്തത്? ഏതാണ്? ടെലനോമസ് ആണ്. അങ്ങനെയാണെങ്കിൽ ബാക്കിയുള്ള ആൾക്കാരെ ഒന്ന് പരിചയപ്പെട്ടാലോ. ആരാണ് കിലോമിനസ് സെക്സ്മാക്കുലേറ്റ? ഇറ്റ് ഈസ് എ ലേഡി ബേർഡ് ബീറ്റിൽ അല്ലേ? ലേഡി ബേർഡ് ബീറ്റിൽ അല്ലെങ്കിൽ ഇറ്റ്സ് എ കോക്സിനലിഡ്. ഇറ്റ്സ് എ പ്രിഡേറ്ററി കോക്സിനലിഡ് പ്രസന്റ് ഇൻ ദ വെജിറ്റബിൾ എക്കോസിസ്റ്റം. വെജിറ്റബിൾ എക്കോസിസ്റ്റത്തിൽ മാസീവായിട്ട് കാണുന്ന ഒരു ലേഡി ബേർഡ് ബീറ്റിലാണ്, പ്രിഡേറ്റർ ആണ് ഈ കിലോമിനസ് സെക്സ്മാക്കുലേറ്റ. ദെൻ ക്രൈസോപെല്ല സെട്രോവി. ക്രൈസോപെല്ല സെട്രോവി എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ്സ് എ ഗ്രീൻ ലേസ് വിങ്. ഗ്രീൻ ലേസ് വിങ് ആണ് ഏത്? ക്രൈസോപെർല സെട്രോവി എന്ന് പറയുന്നത്. ഇറ്റ്സ് എ എഫിഡിവോർ. ദാറ്റ് മീൻസ് എഫിഡ്സിന് നന്നായിട്ട് ഫീഡ് ചെയ്യുന്ന ഒരു ഇൻസെക്ട് ഗ്രൂപ്പാണ് ക്രൈസോപെർല. ഓക്കെ, ദാറ്റ്സ് ഓൾസോ എ പ്രിഡേറ്റർ. നെക്സ്റ്റ് ഡിഫ അഫിഡിബോറ. ഡിഫ അഫിഡിബോറ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ലെപ്പിഡോപ്റ്ററ. ഇറ്റ്സ് എ മോത്ത്, ലെപ്പിഡോപ്റ്ററൻ മോത്ത് ആണ്. ഇറ്റ് ഈസ് മെയിൻലി ഫീഡ് ഓൺ ഷുഗർ കെയിൻ വൂളി എഫിഡ്. ഷുഗർ കെയിൻ വൂളി എഫിഡിനെ ഫീഡ് ചെയ്യുന്ന അല്ലെങ്കിൽ പ്രിഡേഷൻ ചെയ്യുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ലെപ്പിഡോപ്റ്ററൻ പ്രിഡേറ്റർ ആണ് ഡിഫ അഫിഡിബോറ. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ IPMലെ പ്രീവിയസ് ഇയറിൽ 10 ക്വസ്റ്റ്യൻസ്. ഇനിയും ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട്. 10 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്നത്തെ ഈ സെക്ഷനിൽ ഹാൻഡിൽ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു പോർഷൻ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. IPMന്റെ ഒരു പോർഷൻസും നമുക്ക് മാറ്റി നിർത്താൻ പറ്റത്തില്ല. IPMന്റെ കൾച്ചറൽ മെത്തേഡ്, മെക്കാനിക്കൽ മെത്തേഡ്, ഫിസിക്കൽ മെത്തേഡ്, കെമിക്കൽ, അതിൽ ഏറ്റവും മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് കെമിക്കൽ ആൻഡ് ബയോളജിക്കൽ മെത്തേഡ്, ദെൻ HPR, ഈ പോർഷൻസിനെല്ലാത്തും നമുക്ക് എപ്പോഴും ക്വസ്റ്റ്യൻസ് കിട്ടാറുണ്ട്. സോ IPM ഈസ് ഓൾസോ എ ഇമ്പോർട്ടൻറ്റ് കോർ പോർഷൻ ഇൻ ദ കേസ് ഓഫ് എൻഡമോളജി. ഓക്കെ, അപ്പോൾ കറൻ്റ്ലി നമുക്ക് ഏണസ്റ്റ് അക്കാഡമിയിൽ സോയിൽ കൺസർവേഷൻ ഓഫീസറിൻ്റെ ഒരു ബാച്ച് റൺ ചെയ്യുന്നുണ്ട്. ആൻഡ് ഓൾസോ 60 days സ്ട്രാറ്റജി പ്ലാൻസിൽ ഒരു ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാനും അതുപോലെ തന്നെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനും വേണ്ടിയിട്ട് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള ഡീറ്റെയിൽസിലേക്ക് നിങ്ങളുടെ അതിലെ ലിങ്കിലേക്ക് നിങ്ങളുടെ ഡീറ്റെയിൽസ് കൊടുക്കുകയോ അല്ലെങ്കിൽ കോൺടാക്ട് നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യുകയോ ചെയ്യാം. അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു സ്ലൈഡിൽ പ്രസൻറ്റ് ചെയ്തിരിക്കുന്ന ഈ ഒരു നമ്പറിലേക്കും നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. ഓൾറെഡി ഏണസ്റ്റ് അക്കാഡമിയിൽ അഗ്രി റിലേറ്റഡ് ആയിട്ടുള്ള എക്സാംസുകളായ അഗ്രികൾച്ചർ ഓഫീസർ, ഫാം അസിസ്റ്റൻറ്റ് ഗ്രേഡ് 2, അഗ്രി അസിസ്റ്റൻറ്റ് ഗ്രേഡ് 2 എന്നിവയിൽ നമ്മൾ ഒരുപാട് കുട്ടികളെ കോച്ച് ചെയ്യുകയും നല്ല രീതിയിൽ നല്ല റാങ്ക് ലിസ്റ്റുകളിൽ ആദ്യത്തെ റാങ്കിലെ സ്ഥാനങ്ങളിലേക്ക് തന്നെ കുട്ടികളെ എത്തിക്കാനും നമുക്ക് സാധിച്ചിട്ടുണ്ട്. കൂടാതെ ഏണസ്റ്റ് അക്കാഡമി എന്ന് പറയുന്നത് പ്രൊഫഷണൽ റിലേറ്റഡ് കോഴ്സസ് അല്ലെങ്കിൽ പ്രൊഫഷണൽ കോഴ്സുകൾ റിലേറ്റഡ് ആയിട്ട് വരുന്ന കേരള PSC എക്സാംസുകൾക്ക് കോച്ചിങ് കൊടുക്കുകയും റാങ്ക് ലിസ്റ്റിൻ്റെ ആദ്യത്തെ റാങ്കുകളിലേക്ക് കാൻഡിഡേറ്റ്സിനെ എത്തിക്കുകയും ചെയ്യുന്ന ഒരു അത്യാവശ്യം നല്ല രീതിയിൽ സ്റ്റുഡൻറ് ഫ്രണ്ട്ലി ആയിട്ടും ഹാൻഡിൽ ചെയ്യുന്ന ഒരു സ്ഥാപനം കൂടിയാണ് ഏണസ്റ്റ് അക്കാഡമി. സോ നമ്മുടെ ഏണസ്റ്റ് അക്കാഡമിയിലേക്ക് സോയിൽ കൺസർവേഷൻ ഓഫീസറിൻ്റെ കുറിച്ചിട്ട് അറിയാനും അതിൻ്റെ എക്സാംസിൻ്റെ കോച്ചിങ്ങിനെ കുറിച്ച് അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. താങ്ക് യു.